ഇഫ്താർ എന്നൊക്കെ പറഞ്ഞിട്ട് പെറ സൊറയാക്കുന്ന ആൾക്കാരുണ്ട്. പെറക്കാൻ പോയിരിക്കുന്നിട്ട് സൊറക്കുക. മുമ്പിൽ കുറേ ഭക്ഷണം വെച്ചിട്ടുണ്ടാവും. അതിന് ചില ആൾക്കാർ ഓതി കൊടുക്കുകയും ചെയ്യും. വലിയ സായ്മി ഫർഹത്താണ്, നോമ്പാന് 2 ആനന്ദമാണ്. ഫർഹത്തുൻ ഇന്ദ ഫിത്രി, ഒന്ന് നോമ്പറക്കുമ്പോഴുള്ള ആനന്ദമാണ്. ആയിക്കോട്ടെ, എന്നിട്ടാണ് വിശദീകരിക്കും. ആനന്ദല്ലേ, പൈനാപ്പിൾ അല്ലേ മുന്നിൽ, പത്തക്കല്ലേ മുമ്പിൽ, കുട്ടനും മട്ടനും ചിക്കനും അല്ലേ മുന്നിൽ, ആനന്ദല്ലേ. അപ്പൊ എല്ലാവർക്കും തൊള്ളയിൽ വെള്ളം പിടിച്ചിട്ടുണ്ടാവും. ആനന്ദം മുഴുവനാക്കാൻ മഹാന്മാരെ ആനന്ദത്തിന്റെ മർമ്മം പറഞ്ഞത് 10 മണിക്കൂർ പട്ടിണി കിടന്നിട്ട് ഒരു പ്രധാനപ്പെട്ട അമലങ്ങട്ട് പൂർത്തിയാക്കിയ ഒരു അനുഭൂതി ഉണ്ട്. അതാണ് ആനന്ദം. അതിന്റെ അപ്പുറത്ത് ചില മഹാന്മാർ പറഞ്ഞൊരു ആനന്ദം ഉണ്ട്. ഇന്ദ ഫിത്രിഹി ഇന്ദ ഖുറൂജിഹി മിനദ് ദുനിയാ. യഥാർത്ഥ നോമ്പുകാരൻ ദുന്യാവിൽ നിന്ന് മരിക്കുമ്പോ അവന്റെ നോമ്പ് 30 മുന്നിൽ വന്നിട്ട് അവൻ എങ്ങനെ മാടി വിളിക്കും, ഇങ്ങോട്ട് വാ, നീ ചളിയുള്ള ദുനിയാവിൽ ഇനിയും കിടന്ന് ഉരുളല്ലേ, പരലോകത്തേക്ക് വാ. അതിങ്ങനെ കാണുമ്പോ മയ്യത്താവാൻ പോകുന്ന മനുഷ്യനുണ്ടാവും. ആ കാഴ്ചയിൽ ഒരു ചിരിയും പ്രസന്ന ഭാവവും ആ ആനന്ദമാണ്. അള്ളാഹു ഇത് രണ്ടും നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഇതിനാ നോമ്പ്. നേരത്തെ പറഞ്ഞാൽ കൂത്തുൽ ബഹീമിയാൽ കൂത്തുസ്ബഴി, ഇതിനൊക്കെ മെരിക്കാനാണ്. കാട്ടാനെ എങ്ങനെ നാട്ടാനാക്കി നിങ്ങൾക്കറിയോ? കാട്ടാനകൾ കൂട്ടം കൂട്ടി പോകുമ്പോ കുഴി ഒഴിച്ചിട്ട് അതിൽ വീഴ്ത്തല. ദിവസങ്ങളോളം പട്ടിണി എടുത്തു, ദിവസങ്ങളോളം പട്ടിണി കെടുത്തിട്ട് മെരുക്കിയിട്ടാണ് പുറത്തേക്ക്. അപ്പൊ കാട്ടാനയെ നാട്ടാനെ ആക്കാൻ പട്ടിണിക്കിടുന്നുണ്ട്. നമ്മളിലുള്ള കാട്ടുമൃഗങ്ങൾ ഒരുക്കാൻ അള്ളാഹു പറഞ്ഞ പരിപാടിയാണ് കുത്തിബ അലൈക്കും അലൈക്കും അസ്സലാമു അലൈക്കും കുത്തിബ അലൈക്കും ഒക്കെ ഒന്നല്ലേ. അലൈക്കും എന്ന് പറഞ്ഞാൽ ബത്തിന് മാത്രം അർത്ഥം വെച്ചുകൊടുത്താണ് അപകടങ്ങൾ മുളച്ചത്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. എന്നിട്ട് നോമ്പ് ഇങ്ങനെ പിടിച്ചു വെക്കണം. പകലൊക്കെ ഉച്ചക്കൊക്കെ ഇങ്ങനെ അള്ളാഹിനോട് ഒരു മാരിവായിട്ട് കാണിച്ചു തരാം. എത്ര ജാതി ഇരുത്താന്നറിയോ? ഞാൻ ആകെ ഒറ്റ ഇരുത്തേ ഇരിക്കുള്ളൂ നോമ്പറക്കാൻ. മഗ്‌രിബ് കൊടുക്കണ 5 മിനിറ്റ് വരെ ഇരുത്തായിരിക്കും ഞാൻ. ആ 5 മിനിറ്റ് ചൊല്ലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഒറ്റ വട്ടം ചൊല്ലിയാൽ മീസാനിൽ ഉഹുദ് മലന്റെ തൂക്കം കിട്ടും. ഉഹുദ് മലന്റെ തൂക്കം. ഇങ്ങനെ അല്ലാതെ ഇന്ന് ഇഫ്താറിന്റെ സമയം മോലായിക്കൊള്ളി ഇരിക്കാണ്ടില്ല മതി, സ്വർഗം പെട്ടെന്ന് കിട്ടും. ഇതൊന്നും അല്ലാതെ പോയിട്ട് അപകടല്ലേ. ഈ പാലം കടക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ എന്താ കരുതിയത്? സിറാത്ത് പാലം നമ്മളെ ഫിസിക്കലി മസിൽ കൊണ്ട് കടക്കാൻ പറ്റും ഞങ്ങൾ കരുതിയത്. 700,62,30,000 കിലോമീറ്റർ ആണ് സിറാത്ത് പാലം. എത്ര? 700,62,30,000 കിലോമീറ്റർ. അതിന്റെ വാളിനേക്കാൾ മൂർച്ച, മുടിനേക്കാൾ നേർമ, ജഹന്നമിന്റെ മുകളില് മസിലുകൊണ്ട് വിട്ടിടക്കാൻ പറ്റൂല. ചോറ്റൂരിന്ന് ഷിയാബ് മക്കത്തൊക്കെ നടന്നു 4000 കിലോമീറ്റർ ഉള്ളു. 1.5 കൊല്ലായി. അയാൾ എന്നോട് പറഞ്ഞാണ് ശരീരത്തിൽ മുഖത്തൊക്കെ മുറിയായിരുന്നു എന്ന്, ചൂട് കൊണ്ടിട്ട്. ജഹന്നമിന്റെ മുകളിലല്ല, ഹൈവേ റോഡ് കൂടിയാ കൂട് കാണുന്നത്. ഇത് ജഹന്നമിന്റെ മുകളില് 4000 കിലോമീറ്റർ അല്ല, 700,62,30,000 കിലോമീറ്റർ. 1000 കൊല്ലം കയറ്റം, 1000 കൊല്ലം ഇറക്കം, 1000 കൊല്ലം കയറ്റം, 1000 കൊല്ലം ഇറക്കം, 1000 കൊല്ലം കയറ്റം, 1000 കൊല്ലം ഇറക്കം. ഭൂരിഭാഗം പെടഞ്ഞ് താഴെ വീഴും. ലാസ്റ്റ് സ്വർഗത്തിലെത്തുന്ന ആള് എത്തുന്നത് 15,000 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അവിടെ നോമ്പറക്കുമ്പോൾ ഒരാൾ ഇതാണ്ട് ചെല്ലുകയാണെങ്കിൽ ഒരു മർക്കബ്, ഒരു വാഹനമായിട്ട് അവിടെ വരും. എന്നിട്ട് നമ്മൾ ഇതിന്റെ ഉള്ളിൽ കയറ്റിട്ടാ കൊണ്ടുപോവുക. ഇന്ന് ഇഫ്താർ സമയം മുതലായിക്കോളി. ഏതാ ഇഫ്താർ സമയം? ഇന്നലില്ലാഹി ഫീ കുല്ലി യൗമിൻ മിൻ റമളാന ഇൻദൽ ഇഫ്താരി അൽഫി അതീഖിൻ മിനൻ നാർ കുല്ലുഹും ഖദ് ഇസ്തൗജബുൽ അദാബ് നബിയുനാ റസൂലുള്ളാഹി. ഇഫ്താർ സമയം വെറുതെ ആക്കല്ലേ. ഞാൻ മലയാളികളോട് പല സ്ഥലത്തും ഇത് പറഞ്ഞിട്ടുണ്ട്. ചവറുകള് ഓരോ ഏരിയയിൽ നിന്ന് 10 ലക്ഷം ചവറുകളെ ആ സമയത്ത് ബഹുമാനിച്ച് അല്ലാഹു സ്വർഗത്തിലെത്തും. ഒരു മൊത്തം അർത്ഥം വെച്ചോളൂ. ഇസ്തൗജബ മാലിയാണ്, അതിലേക്ക് അത് വന്നാ തഹ്ഖീഖ് നഹ്വ് അല്ലദാബ്, അദാബിൽ അലിഫ് ലാം ഏറിയ നരകം എന്ന അർത്ഥം.
ഈ 10 ലക്ഷം നരകത്തിൽ പോകേണ്ട കാരങ്കൂസുകളാണ്, ചവറുകളാണ്. പക്ഷെ ആ സമയത്ത് ബഹുമാനിച്ച് അവരെ മുഴുവനും അല്ലാഹു സ്വർഗ്ഗത്തിൽ എത്തിക്കും. ഇഫ്താറിന്റെ ഘട്ടത്തിൽ നിന്ന് മുഹമ്മദ് മുസ്തഫ അവിടേക്ക് തസ്ബീഹ് വെച്ചു കൊടുത്താൽ അത് നമ്മൾ തന്നെയാണ് സ്വർഗത്ത് പോണത്, വേറെ ആരുമില്ല. ഇന്ന് ഈ ഒരു ക്ലാസ് കൊണ്ട് ഇങ്ങനെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകട്ടെ. ഇന്ന് ഇഫ്താറിന്റെ സമയത്ത് വീട്ടിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും ഇനി സമൂഹ തുറയിലാണെങ്കിലും നമ്മൾ ഒരാളിരുന്ന് ഉറക്കെ ചെല്ലുക, എല്ലാവരും ചൊല്ലിക്കോളും, ആൾക്കാർ നന്നാവും. നമ്മളൊരാൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ഉറക്കെ ചെല്ലുക, മറ്റോനും ചൊല്ലും. സഭയില് ബിസ്മി ഉറക്കെ ചെല്ലൽ പ്രത്യേകം സുന്നത്താണ്. അൽഹംദുലില്ലാഹ് പതുക്കെ ചെല്ലിയാൽ മതി ട്ടോ, കഴിഞ്ഞിട്ടില്ല പരിപാടി. അത് ഉറക്ക സുന്നത്തിലില്ല. കാരണം എന്താ, രണ്ടായിട്ടൊക്കെ സൈക്കോളജിയാണ്. ഇപ്പൊ ഒരാളിപ്പോ സമൂഹ നോമ്പുറയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഈ വിശപ്പ് കൂടിയ സംഗതി പലതും മറക്കും. അപ്പൊ ബിസ്മിയൊക്കെ മറക്കും, നോമ്പ് ബാങ്കും കൂടെ കൊടുക്കാൻ കാത്തിക്കായിരിക്കും. ബിസ്മിയൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ആ സമയത്ത് ചെല്ലാൻ ആഗ്രഹമുള്ള ആൾക്കാരെന്നെ കയ്യിൽ ഇങ്ങനെ ഈത്തപ്പഴം പിടിച്ചിട്ട് മറ്റേ കയ്യിൽ സമൂസ, എന്നിട്ട് പൊറാട്ടമൊക്കെ ഇങ്ങനെ തുറച്ചു വെക്കാണ്. എന്ത് ബിസ്മി? അപ്പൊ അതിൽ ഒരാൾ ഉറക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഒരു ബിസ്മിയൊക്കെ ഉണ്ടല്ലേ, വലിയ ഉപകാരമായി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മറ്റാളും ചൊല്ലും. അതാണ് സഭയിൽ ബിസ്മി ഉറക്കെ ചെല്ലുന്ന നല്ലതാണെന്ന് പറയാൻ കാരണം. നേരെ മറിച്ച് അത് പറഞ്ഞ അള്ളാന്റെ റസൂൽ പറഞ്ഞ അൽഹംദുലില്ലാഹ് പതുക്കെ ചെല്ലിയാൽ മതി എന്ന് മുഹമ്മദ് മുസ്തഫ. കാരണം കഴിഞ്ഞിട്ടുള്ള ദിക്ർ വലിയ സുഖം കിട്ടൂല. എല്ലാവരും ആണെങ്കിൽ തീറ്റയിൽ ഒരേ സാമർഥ്യമല്ല. അപ്പൊ ഈ കൂട്ടത്തിൽ തന്നെ 2 മിനിറ്റ് കൊണ്ട് 10 പൊറാട്ട തിന്നുന്ന ആൾക്കാരും അരപ്പൊറാട്ട ഇറങ്ങാത്ത ആൾക്കാരും ഉണ്ടാവും. മനുഷ്യന്മാരെ കഴിവ് തീറ്റയിലൊക്കെ വ്യത്യാസമല്ലേ? അപ്പൊ നമ്മള് ഒരാൾ ഭയങ്കര തീറ്റ എളുപ്പത്തിൽ തിന്നും ചെയ്യും, എന്നിട്ട് ഒരു 10-25 പത്തിരിക്കണ്ട് തിന്ന് 2-3 പൊറാട്ടയും ബത്തക്കും ഒക്കെ കഴിച്ചിട്ട് അൽഹംദുലില്ലാഹ് മറ്റാൾ അരപ്പൊറാട്ടമ്മ കിടന്നിട്ട് ബദർ അടുത്താണ് കാരണം. അപ്പൊ ഇങ്ങനെ അന്റെ കഴിഞ്ഞാൽ നീച്ചു പോയ പോരാ കൂതരെ, സഭയിൽ തന്നെ തർക്കാവും. നേരെ മറിച്ച് തുടങ്ങുമ്പോൾ വിസ്മിക്കാൻ പ്രശ്നമില്ല. എന്തൊരു മനഃശാസ്ത്രപരമായ പ്രത്യയശാസ്ത്രമാണ് മുസ്തഫ നബി പരിചയപ്പെടുത്തിയത്. സുബ്ഹാനല്ലാഹ്, യുക്തിവാദികൾക്ക് ഇതൊന്നും ബോധമില്ലാതായി പോയല്ലോ. എന്തൊരു മനഃശാസ്ത്ര അതിലൊക്കെ ഉള്ളത്. ഇതൊക്കെ ഒരു പാറന്റെ മുകളിൽ ഒരു നിരക്ഷരൻ പോയിരുന്നിട്ട് സ്വന്തം ചിന്തിച്ചുണ്ടാക്കിയിട്ട് എഴുതി കുത്തിയതാന്ന് പറഞ്ഞാൽ ഓന്റെ ബുദ്ധി എത്ര തകരണോ അല്ലേ? ഒക്കെ കറക്റ്റ് അല്ലോ. കറക്റ്റ് അല്ലേ? നമുക്ക് ചിലത് തിരിയില്ലാന്നല്ലേ ഉള്ളൂ. ഭയങ്കര കുന്തൻ ചോദ്യങ്ങളാ, മുന കുത്തിയിട്ട് ചോദിക്കുക. ഒരാണിന് 4 ഭാര്യമാര് വരെ പറ്റൂലേ? അപ്പൊ ഒരു പെണ്ണിന് എന്തുകൊണ്ട് 4 ഭർത്താക്കന്മാര് പറ്റൂല? അത് വിവേചനമല്ലേ? ശരി, വിവേചനമാണ്. അത് ഉണ്ടായോക്കണം, അപ്പോഴേ അറിയുള്ളൂ. ഇപ്പൊ ഞാൻ 4 ഭാര്യമാരെ കല്യാണം കഴിച്ചാല് അള്ളാഹു കാക്കട്ടെ ട്ടോ, ഉള്ള ഒന്നിന്റെ അടുത്തേക്ക് തന്നെ പോകാൻ സമയമില്ല. അതുകൊണ്ടാ ഒരു കണക്കൂട്ടിക്കോളി സങ്കല്പിക്കുക. അപ്പൊ പഞ്ചായത്ത് നികുതി കൊടുക്കൊന്നും വേണ്ടല്ലോ. അല്ല, 4 ഭാര്യമാരുണ്ട് എന്ന് കൂട്ടുക. ആ 4 ഭാര്യമാരിലൂടെയും കുട്ടികളുണ്ടായാൽ അവരൊക്കെ ഇങ്ങനെ തറാവിക്ക് പോകണ ഒരു 10-12 കുട്ടികൾ. അപ്പോൾ ഓലോട് ചോദിക്കുകയാണ്, എൻ്റെ വാപ്പാരാ? ജലീൽ റഹ്മാനി. എൻ്റെതോ ജലീൽ റഹ്മാനി. എൻ്റെതോ ജലീൽ റഹ്മാനി. എൻ്റെതോ ജലീൽ റഹ്മാനി. എല്ലാവർക്കും പറഞ്ഞൂടെ? നേരെ മറിച്ച് എൻ്റെ ഭാര്യയെന്ന് ഞാൻ പറഞ്ഞില്ല. ഏതെങ്കിലും ഒരു പെണ്ണ് 4 ഭർത്താക്കന്മാരെ സ്വീകരിച്ചാൽ അതിലൂടെ കുട്ടികൾ ഉണ്ടായാലും ഇവരിങ്ങനെ തറാവിക്കുമ്പോൾ ചോദിക്കുകയാണ്, എൻ്റെ വാപ്പാരാ? ജലീൽ റഹ്മാനും അസ്ലം അസരി ആവാനും മുസ്തഫ ഫൈസി ആവാനും ഒക്കെ സാധ്യതയുണ്ട്. കാരണം ഒറ്റ വണ്ടി 4 ഡ്രൈവർമാരുമാണ്. ഇത് ഏതാണ് മനസ്സിലാവോ? ഇവിടെ യുക്തിവാദിയായ മതിയോ? തലയിൽ കഴമ്പ് വേണ്ടേ? ഇത് പറഞ്ഞ അള്ളാന്റെ ദീനാവോ? ഇത് ഭയങ്കര ആനക്കാരും പോലെ ചോദിക്കാം, അതെന്താ ഇതന്നെ? അത് യുക്തിവാദമാണ്. ഇതിലെന്ത് യുക്തിയാ ഉള്ളത്? യുക്തിവാദിയായ പോരാ, ഭക്തിവാദിയും കൂടി ആവണം. യുക്തിയും ഭക്തിയും ചേർന്നാൽ അത്ഭുതം സൃഷ്ടിക്കാൻ പറ്റും. വെറും യുക്തിവാദിയാണെങ്കിൽ അവൻ മൃഗതുല്യം തോന്നിവാസിയായി മാറും. പശുവിനെ ഭോഗിക്കാം അല്ലേ, ശവത്തിനെ, അമ്മയെ, എന്താ അവിടെ നിയന്ത്രണം ഉള്ളത്? അതൊക്കെ പരസ്യമായിട്ട് കേരള മണ്ണിലല്ലേ പ്രസംഗിച്ചേ? ഞാൻ ദീർഘമായി പറയുന്നില്ല. അതുകൊണ്ട് അല്ലദീന ആമനൂ ദീർഘമായി പറയുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. കാരുണ്യത്തിന്റെ മഹാനായ സയ്യിദ് അമീദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു വെച്ച വിലപ്പെട്ട ചില വാക്കുകൾക്ക് ഞാൻ അണ്ടർലൈൻ ചെയ്തതാണ്. അവര് പറഞ്ഞൊരു വാക്കുകൂടെയുണ്ട്, റഹ്മത്തിന്റെ 10 നഷ്ടപ്പെടുകയാണ്, ഇതാ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒറ്റ കാര്യം കൂടി, റഹ്മത്ത് കിട്ടാൻ ഏറ്റവും നല്ലത് ഇനിയുള്ള ദിവസം നമ്മളെ റഹ്മത്തിന്റെ ആളുകളാവുക.